പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ ഒരു സർക്കുലർ ചൊവ്വാഴ്ച വന്നിരുന്നു. അതിൽ പറയുന്നത് ഇനി എയ്ഡഡ് സ്കൂളിലും സർക്കാർ സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലും തന്നെ ഈ അധ്യാപകർക്ക് പ്രൈവറ്റ് ട്യൂഷൻ എടുക്കാൻ അനുവാദമില്ല. അങ്ങനെ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അച്ചടക്ക നടപടിയെടുക്കും എന്നുള്ളൊരു രീതിയിൽ സർക്കുലറാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വരുന്ന എന്താ പറയുക ഒരു സർക്കാരിൻ്റെ ഇപ്പം ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ഈ പറയുന്ന പരിഷ്കാരങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇതും അങ്ങനെ ഒരു ഇതിലേക്ക് പോകുമോ അതോ ഇത് മുന്നോട്ട് പോകുമെന്ന് തന്നെ തോന്നുന്നുണ്ട്? എന്നാലും നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. ഏറ്റവും നല്ല തീരുമാനമാണ്, വളരെ അത്യാവശ്യമാണത്. ഞാൻ നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് പൗരാവകാശ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ഭരണഘടനാ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എല്ലാ ഗവൺമെൻറ്റുകളും പറയും എന്നല്ലാതെ അത് സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്കൂളുകൾ തന്നെയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഇപ്പോൾ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ്. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ സമ്പൂർണ്ണമായി ഇന്ത്യയിലെ ഓരോ പൗരനും സൗജന്യമായിട്ട് കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാൻ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടിയാൽ മാത്രം പോരില്ല. അന്ന് പഠിച്ച് ജയിച്ചു വരാൻ ഇവന് അല്ലെങ്കിൽ അവൾക്ക് ഈ സ്കൂൾ സംവിധാനത്തിന് പുറമെ ട്യൂഷൻ വേണം എന്ന അവസ്ഥ ഉണ്ടാക്കുക, ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യലാണ് ഒന്ന്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ മോളൊക്കെ ഹൈസ്കൂളിൽ ചേരുമ്പോഴും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് അത് എന്തൊക്കെയായാലും ട്യൂഷൻ വേണം എന്നൊരു ഫീൽ ഉണ്ടാക്കുക. എന്നിട്ട് ഓരോ സ്കൂളുകളോടും ചേർന്ന് വലിയ കൂണുകൾ പോലെ ട്യൂഷൻ സെൻ്ററുകൾ വളരുക, അതിൽ അവർ തമ്മിൽ മത്സരം. എന്നിട്ട് ട്യൂഷൻ സെൻ്ററുകളിൽ പോയാലേ നമുക്ക് നല്ല മാർക്ക് കിട്ടുകയുള്ളൂ എന്നൊരു തോന്നലുണ്ടാക്കുക. അപ്പോൾ ഗ്യാങ് ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒക്കെ തന്നെ എല്ലാവരും കൂടി ഏത് ട്യൂഷൻ സെൻ്ററിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ളതിലേറെ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഏത് ട്യൂഷൻ സെൻ്ററാണ്, അവിടെ പോയി പഠിക്കുക, എന്നിട്ട് നല്ല മാർക്ക് വാങ്ങുക. അപ്പം നല്ല മാർക്ക് വാങ്ങുമ്പോൾ ഉള്ളൊരു ഗുണം എന്താ? നല്ല മാർക്കും നല്ല റിസൾട്ടും ഉണ്ടാക്കുന്നത് ട്യൂഷൻ സെൻ്ററിൻ്റെ അഡ്രസ്സിലല്ലല്ലോ വരിക, സ്കൂളിലാണ് ഉണ്ടാക്കുക. അപ്പോൾ മിക്കവാറും എല്ലാ സ്കൂളുകാരും ഈ ട്യൂഷൻ സെൻ്ററുകാരെ പ്രൊമോട്ട് ചെയ്യും. കാരണം അവർ ഹാർഡ് വർക്ക് ചെയ്ത് രാത്രിയൊക്കെ ട്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് ട്യൂഷൻ ഉണ്ട്, പ്രത്യേകിച്ച് SSLC ബാച്ചിനൊക്കെ പലപ്പോഴും അറിയാലോ. അപ്പോൾ രാത്രിയും ട്യൂഷൻ, രാവിലെ ട്യൂഷൻ, വൈകുന്നേരം ട്യൂഷൻ, ഇങ്ങനെ രാവും പകലും ട്യൂഷൻ കൊടുത്തിട്ട് അവരിങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് റിസൾട്ട് ഉണ്ടാക്കും. റിസൾട്ട് ഉണ്ടാക്കിയാൽ സ്കൂളിൻ്റെ അഡ്രസ്സിലാണല്ലോ റിസൾട്ട് വരിക. അപ്പോൾ ഒരു സ്കൂളിൽ റിസൾട്ട് കൂടുന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സ്കൂളിന് എടുക്കാം, അധ്വാനം മുഴുവൻ ട്യൂഷൻ സെൻ്ററുകൾക്ക് പോവുകയും ചെയ്യും. പ്ലസ് ട്യൂഷൻ സെൻ്ററുകൾക്ക് അതാണെങ്കിൽ വലിയ കൊയ്ത്താണ്, അവർക്ക് ഫീസ് കൊടുക്കുമല്ലോ, സ്കൂളിൽ ഫീസ് കൊടുക്കേണ്ട. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കും, ഞാൻ പിന്നീട് അന്വേഷിച്ച് നോക്കുമ്പോൾ പലയിടത്തും എങ്ങനെയാണ് സ്ഥിതി നടക്കുക, ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ എയ്ഡഡ് സ്കൂളുകളിൽ പലയിടത്തും ഈ അവിടുത്തെ അധ്യാപകർ തന്നെയാണ് ബിനാമി പേരിലൊക്കെ ഇത് നടത്തുന്നത്. ട്യൂഷൻ സെൻ്ററിൽ എയ്ഡഡ് മാത്രമല്ല ഗവൺമെൻറ് സ്കൂളുകൾക്കും ഉണ്ടത്. അതായത് ഒരു ഗവൺമെൻറ് സ്കൂളിലെ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് മാത്സ് പഠിപ്പിക്കേണ്ട ടീച്ചർ, ആ ടീച്ചർ തന്നെയാണ് അനിയൻ്റെ പേരിലോ ചേട്ടൻ്റെ പേരിലോ ഒക്കെ അപ്പുറത്ത് ട്യൂഷൻ സെൻ്റർ തുടങ്ങുന്നത്. എന്നിട്ടോ അതൊന്ന് ഇവൻ ആണ് പോയി പഠിപ്പിക്കുന്നത്. ആര്? ഈ സാക്ഷാൽ മാത്സ് ടീച്ചർ തന്നെയാണ്, ഇവിടുത്തെ മാത്സ് ടീച്ചർ തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താ ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്താ? എടാ നമ്മളെ മാത്സ് ടീച്ചറാണ് നമുക്ക് ട്യൂഷൻ അവിടെ ഇന്ന ട്യൂഷൻ സെൻ്ററിൽ എന്ന് പറഞ്ഞാൽ ഈ മാത്സ് ടീച്ചർ അവിടെ പോയി, അല്ലെങ്കിൽ ഈ സയൻസ് ടീച്ചർ, ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ അങ്ങനെയുള്ളവരെ എടുക്കുന്നത്. പ്രധാനമായിട്ടും ട്യൂഷൻ നിർബന്ധമായിട്ട് കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുക മാത്സിനും സയൻസിനും ഒക്കെയാണ്. പ്രത്യേകിച്ച് കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഊട്ടി വളർത്തുകയാണല്ലോ എൻജിനീയറിംഗ് എൻട്രൻസ്. അപ്പോൾ ഈ എൻട്രൻസ് സെൻറ്ററിൽ 2-3 കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത്. ഒന്ന്, സൗജന്യമായി കിട്ടേണ്ട വിദ്യാഭ്യാസം പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ. അതിന് നമ്മുടെ ഗവൺമെൻറ് സ്കൂളും എയ്ഡഡ് സ്കൂളും ഫ്രീ ആയാൽ മാത്രം പോരാ, അതിനോടനുബന്ധിച്ച് പഠിക്കേണ്ടവർ. അപ്പോൾ പഠിക്കണമെങ്കിൽ പിന്നെ ഫീസ് കൊടുത്ത് പഠിക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ ഔദ്യോഗികമായി സർക്കാർ സ്കൂളിൽ ഒരു ചിലവുമില്ലാതെ എല്ലാം സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അവിടെ ഉച്ചഭക്ഷണം ഫ്രീ ആണ്, ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണല്ലോ. യൂണിഫോം ഫ്രീ ആണ്. ഇതൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുമ്പോഴും ഇവൻ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് അപ്പുറത്ത് കാശ് കൊടുത്തിട്ടാണ്. അപ്പോൾ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം എന്ന ഭരണഘടനാ പദവി ഇല്ലാതെ ഭരണഘടനാ അവകാശം ലംഘിക്കപ്പെടുന്നു. 1. 2, ഇപ്പോഴത്തെ അധ്യാപകർക്ക്, ഇപ്പം ഞങ്ങളൊക്കെ അധ്യാപകരായവരാണ്, ഇപ്പോൾ ജീവിക്കാനുള്ള ശമ്പളം കിട്ടുന്നില്ല എന്ന് ഒരു അധ്യാപകനും പറയാൻ പറ്റില്ല. ജീവിക്കാൻ ആവശ്യത്തിലേറെ. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അത് പണ്ടത്തെ അധ്യാപകർ ഇപ്പോഴത്തെ അധ്യാപകർ തമ്മിൽ വ്യത്യാസം അറിയാം. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ സ്കൂളിൻ്റെ മുറ്റത്ത് ആകെ ഉണ്ടായിരുന്നത് ഏതാനും സൈക്കിളുകളാണ്, അധ്യാപകരുടെ സൈക്കിള്.
ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ട് നിറഞ്ഞിരിക്കുന്ന കാറുകളും ഉണ്ടാകും. അതെ. എല്ലാ അധ്യാപകർക്കും കാറുണ്ട്. കാറില്ലാത്ത അധ്യാപകരേ ഇല്ല ഇപ്പോൾ. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അധ്യാപകരുടെ പ്രധാനപ്പെട്ട പണി എന്താ? അധ്യാപകൻ, എൻ്റെ നല്ല ഓർമ്മയുണ്ട്, ഒരു അധ്യാപകർക്ക് ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ അവസാന കൊല്ലം പിരിയുന്ന ഇപ്പോൾ കിട്ടുന്ന കാശ് കൊണ്ടാണ് ഒരു വിദേശയാത്ര പോകും. വിദേശയാത്ര പലപ്പോഴും ഞങ്ങൾ മലപ്പുറത്തുകാരൊക്കെ ഹജ്ജിനാണ് പോവുക. മുസ്ലിങ്ങൾ ഹജ്ജിന് പോകാനുള്ള കാശ് ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കണം. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയോ വിജയ്ക്ക്? ഇപ്പോൾ മിക്കവാറും വെക്കേഷനുകളൊക്കെ ടൂറാണ്. അധ്യാപകർ യാത്ര ചെയ്യുന്നത് നല്ലതാണ്. അധ്യാപകർക്ക് യാത്ര ചെയ്ത് അവനവൻ്റെ കിണറിൻ്റെ പുറത്തുള്ള ലോകം കാണുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ കാശുള്ളത് കൊണ്ടാണ് നടക്കുന്നത്. അതൊന്ന്. അധ്യാപികമാരുൾപ്പെടെയുള്ളവർക്ക് എന്താ പണിയെന്നറിയും? പ്രധാനപ്പെട്ട ചർച്ച സ്റ്റാഫ് റൂമിൽ ഇപ്പോൾ ഈ ബോണസും ശമ്പള പരിഷ്കരണവും അല്ല. കാരണം അത് ആവശ്യത്തിലേറെ ഇനി ആവശ്യമില്ലാത്ത വിധം അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അത്തരം ഗോൾസൊക്കെ അച്ചീവ് ചെയ്തു. ഇപ്പോൾ അവർക്ക് എന്താ പണി? കുക്കറി ഷോ, പുതിയ പുതിയ പാചക വിദ്യകൾ, പുതിയ സാധനങ്ങൾ, ഇതിൻ്റെ പരീക്ഷണങ്ങൾ, ഏറ്റവും പുതിയ, അങ്ങനെയാണല്ലോ, ഏറ്റവും പുതിയ മൊബൈൽ ഫോൺ, ഏറ്റവും പുതിയ ഐഫോണ്, അതുകൊണ്ടുള്ള റീൽസ്. അപ്പം ഞാൻ പറയുന്നത് സൗകര്യങ്ങൾ കൂടുന്തോറും ഈ അധ്യാപകർക്കാണ് ഇങ്ങനെ സൗകര്യങ്ങളുള്ള അധ്യാപകർ തീർച്ചയായിട്ടും നല്ലതാണ്. അധ്യാപകർക്ക് സൗകര്യങ്ങൾ കൂടിയതും ശമ്പളം കൂടിയതും ഒക്കെ നല്ലതാണ്. രണ്ട് കാര്യങ്ങളാണ് ഓർക്കേണ്ട കാര്യം. ഇപ്പോഴും ഈ അധ്യാപകർക്ക് മതിയായിട്ടില്ല. അതുകൊണ്ടാണ് അവർ വലിയ കാശ് ഫീസ് വാങ്ങിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പണിയെടുക്കാൻ പോകുന്നത്. സാധാരണ ട്യൂഷൻ സെൻറ്ററിൽ മാത്രമല്ല, പാരലൽ കോളേജുകളിൽ മാത്രമല്ല, എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളിൽ, PSC കോച്ചിങ് സെൻറ്റർ, ഇതൊക്കെ നടത്തുന്നത് ഈ അധ്യാപകരാണ്. അവരുടെ അഡീഷണൽ ഇൻകമായിട്ട് അത് മാറുകയാണ്. അപ്പോൾ അധ്യാപകർ പുറത്ത് റിയൽ എസ്റ്റേറ്റ് നടത്തുന്നത് പോലെ, കച്ചവടം നടത്തുന്നത് പോലെ, സമാന്തരമായി ബിനാമി പേര് വെച്ച് ഷോപ്പുകൾ നടത്തുന്നത് പോലെ, വണ്ടി കച്ചവടം നടത്തുന്നത് പോലെ, ഭൂമി കച്ചവടം നടത്തുന്നത് പോലെ, ബ്ലേഡ് കമ്പനി നടത്തുന്നത് പോലെ ഒരു കച്ചവടമായിട്ട് ഇതും മാറുകയാണ്. അതായത് സ്വന്തം മക്കളെ, അവനവൻ്റെ മുമ്പിൽ വന്നുപെട്ട കുട്ടികളെ. ആദ്യം ഓർക്കേണ്ട കാര്യം എന്താ? എൻ്റെ മുമ്പിൽ വന്നുപെട്ട, എൻ്റെ സ്കൂളിൽ വന്നുപെട്ട കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റിൽ, ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ ഒരു സംശയവും ഇല്ലാത്ത വിധം തീർത്തു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അവിടെ ചെയ്യുന്ന ഹാർഡ് വർക്ക് ഇവിടെ ചെയ്താൽ പോരെ? ഒന്ന് അല്ല, അത് മാത്രമല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവർക്ക് ഈ സാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ട്യൂഷൻ പുറത്തെടുക്കുന്ന ഒരു അധ്യാപകൻ എപ്പോഴും ഇവിടെ ഒരു ലിമിറ്റ് വയ്ക്കില്ലേ? പ്രീമിയം എഡ്യൂക്കേഷൻ വേണമെങ്കിൽ അവിടെ വരണം, ട്യൂഷൻ വേണം എന്നതിന് ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വെക്കും. എന്നുവെച്ചാൽ ഇവിടെ അവൻ മനസ്സറിഞ്ഞ് പഠിപ്പിക്കാതിരിക്കും. എന്നാൽ ഇവന് പഠിപ്പിക്കാൻ അറിയുമെന്നൊരു ഒരു തോന്നലുണ്ടാക്കുകയും ചെയ്യും. ഞാൻ പരസ്യമായിട്ട് കണ്ട ഒരു ഉദാഹരണം പറയാം. ഒരു ക്ലാസ്സിൽ കുട്ടി സംശയം ചോദിക്കുമ്പോൾ, ആവർത്തിച്ച് ഒരു കണക്ക് മാത്സ് അധ്യാപകൻ സംശയം ചോദിക്കുമ്പോൾ ബോർഡിൽ എഴുതി കൊടുക്കുന്നത് ഈ അധ്യാപകൻ്റെ ഫോൺ നമ്പറാണ്. എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ അറിയോ? ഇന്ന ട്യൂഷൻ സെൻറ്ററിൽ ഞാനുണ്ട്, നീ വന്നോന്നാ. അങ്ങനെ അത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ ഏർപ്പാടാക്കുന്നത് ആര് ചെയ്താലും. ഇപ്പോൾ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അത്ര താല്പര്യമുള്ള മന്ത്രിയല്ല. പക്ഷേ ശിവൻകുട്ടി ആണെങ്കിൽ പോലും ഇത് വളരെ സ്ട്രിക്റ്റായി നടപ്പാക്കുമെങ്കിൽ നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ ലോബിയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ എയ്ഡഡ് സ്കൂൾ ലോബി എന്ന് പറയില്ലേ, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ലോബി പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് എയ്ഡഡും ഗവൺമെന്റും ചേർന്നിട്ടുള്ള സ്കൂളുകളുടെ ലോബി. ആ ലോബികളാണ് ഇപ്പുറത്ത് ഇതിന്റെ ബിനാമികൾ എന്ന് വെച്ചാൽ ഈ ട്യൂഷൻ സെന്ററിന്റെ ബിനാമികൾ. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? വലിയ കോഴ കൊടുത്താണ് എയ്ഡഡ് സ്കൂളിൽ പണി വാങ്ങുന്നത്. അതല്ലെങ്കിൽ സർക്കാർ സ്കൂളിലാണെങ്കിൽ ഒരിക്കൽ ജോലി കിട്ടിയാൽ പിന്നെ പണിയെടുക്കണ്ട. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ഭീകരമായ ചൂഷണമാണ്. ജോലി കിട്ടുന്നത് വരെ അധ്വാനിക്കുക, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കണ്ട. പിന്നെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫീസ് വാങ്ങണം. ഈ നിലപാട് അങ്ങേയറ്റം വലിയ ജോലിയായിട്ട് പോലും കാണുന്നില്ല. ജോലിയല്ലാന്നേ, പക്ക കച്ചവടമാണ്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഒന്ന്, അവനവൻ്റെ കൃത്യവിലോപം, ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുക. രണ്ട്, സാർവത്രികമായ സൗജന്യവുമായ വിദ്യാഭ്യാസം പൗരാവകാശമാണ്, അത് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ബാലാവകാശ വിരുദ്ധമാണ്. അത് ഒരുപാട് ഭരണഘടനയിലെ ഒരുപാട് വകുപ്പുകൾ പ്രകാരം കുറ്റകരമാണ്. വേറൊന്ന്, ചെയ്യേണ്ട പണി ചെയ്യാതിരിക്കുക എന്ന കൃത്യവിലോപം. പകരം ഒരേ പണി ചെയ്തുകൊണ്ട് ചെയ്യേണ്ട പണിക്ക്, ഒരു സ്കൂളിൽ ചെയ്യേണ്ട പണിക്ക് പുറത്തുപോയി പണി ചെയ്തിട്ട്, അതാണ് ഒരു കാര്യം. ശമ്പളം വാങ്ങുന്ന വേറൊരു ജോലിയും ചെയ്യാൻ പാടില്ല എന്ന് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഉണ്ട്. അവിടെ ശമ്പളമില്ലാതെ, അക്വിറ്റൻസ് ഇല്ലാന്നേ ഉള്ളൂ. ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവിടെ ശമ്പളം വാങ്ങുന്നത്. അതും കുറ്റം. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചെയ്യുന്ന കുറ്റം, പൗരാവകാശത്തോടുള്ള ലംഘനം, ഭരണഘടനാ ലംഘനം,
ഇങ്ങനെ വിദ്യാർത്ഥികളോട് തന്നെ ധാർമ്മികമായി ചെയ്യുന്നത്. ഇതിനേക്കാളേറെ വേറൊരു കാര്യം കൂടിയുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാലയം. പലപ്പോഴും ഫീസ് കൊടുക്കാൻ ട്യൂഷൻ സെൻറ്ററിൽ അതോ ഫീസ് കൊടുക്കണ്ടല്ലോ, അത് നമുക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് സൗജന്യമാക്കിയതൊക്കെ? ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ മനുഷ്യർക്ക് അവർക്ക് അച്ഛന് കിട്ടുന്ന കൂലിയുടെ നല്ലൊരു പങ്ക് ട്യൂഷൻ സെൻറ്ററിൽ ഫീസ് കൊടുക്കേണ്ടി വന്നുള്ള അവസ്ഥ എന്താ? അതുകൊണ്ട് ഇത് പാവപ്പെട്ടവർക്കെതിരാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, തുല്യാവകാശത്തിനെതിരാണ്. അതുകൊണ്ട് ഇത് ഗൗരവമായി കാണേണ്ടതാണ്. നടപടിയെടുക്കാൻ ആര് മുന്നോട്ട് വന്നാലും അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതും അഭിനന്ദിക്കേണ്ടതും. ശിവൻകുട്ടി മിനിസ്റ്റർക്ക് ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അത് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും ശക്തമായ നടപടിയായിരിക്കും. തീർച്ചയായും സാധിക്കട്ടെ, നമുക്ക് ആശംസിക്കാം.